അന്തിമ രൂപമാവുകയാണ്. മന്ത്രിപ്പട്ടികയ്ക്ക് അല്പസമയത്തിനകം തന്നെ നിയുക്ത മുഖ്യമന്ത്രി ഗവർണറെ കാണും എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത തെളിഞ്ഞു വരുന്നു. പദപ്രശ്നം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വാർത്തയിലേക്ക് തന്നെയാണ് സ്വാഭാവികം നമ്മൾ ആദ്യം പോകുന്നത്. പുതിയ UDF മന്ത്രിസഭയ്ക്ക് അന്തിമ രൂപമാക്കി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഉടൻ ലോക്ഭവനിലേക്ക് എത്തും. കോൺഗ്രസ് മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ അവസാനഘട്ട ചർച്ചയിൽ വരെ പേരുകൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ ആവശ്യത്തിന് വഴങ്ങി IC ബാലകൃഷ്ണനെ ടേം വ്യവസ്ഥയിൽ മന്ത്രിയാക്കാൻ തീരുമാനിച്ചു. KA തുളസിയുമായി IC ബാലകൃഷ്ണൻ മന്ത്രിസ്ഥാനം പങ്കിടും. AK ആന്റണിയുടെ ഇടപെടലിൽ വയനാട്ടിൽ നിന്ന് T സിദ്ദിഖും മന്ത്രിസഭയിൽ ഇടം നേടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്, റോജി M ജോൺ, K ജയന്ത് എന്നിവരും പരിഗണനയിലുണ്ടെന്നാണ് വിവരം. മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറാക്കിയേക്കും. R ശ്രീജിത്തും ലോക്ഭവനിൽ നിന്ന് ദിലീപ് കുമാറും അടക്കം നമ്മുടെ KR ഗോപീഷൻ, മേഘ്ന, ഷഫീദ് റാവുത്തർ അടക്കമുള്ള നമ്മുടെ പ്രതിനിധികളെല്ലാം വിവിധ മേഖലയിൽ ചേരുന്നു. ആദ്യം നമ്മൾ പോകുന്നത് R ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, 5:30-ക്കുള്ളിൽ പട്ടിക കൈമാറുമെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഏറെക്കുറെ ചിത്രം പൂർത്തിയായി. പോർട്ട്ഫോളിയോ കേന്ദ്രീകരിച്ച് ചർച്ച മാത്രമാണ് നടക്കുന്നതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അവസാനവട്ട ചിത്രം തെളിയുമ്പോൾ ആരൊക്കെയാണ് ഇൻ, ആരൊക്കെയാണ് ഔട്ട്? ചീഫ് വിപ്പും വേണമെന്ന് അറിയുന്നു. ഔദ്യോഗികമായിട്ടത് പാർട്ടി ചെയർമാൻ തന്നെ അത് പ്രഖ്യാപിക്കും. ഇപ്പം വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ ഇപ്പം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വകുപ്പുകൾ ഇപ്പം ജലവിഭവ വകുപ്പും മറ്റൊരു ഉപവകുപ്പും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം രജിസ്ട്രേഷനുണ്ട്, പിന്നെ എനിക്ക് വന്ന ഇൻലൻഡ് നാവിഗേഷനോ അങ്ങനെ 2-3 വകുപ്പുകളുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഇന്ന് കൃഷി വകുപ്പും ഒരു ഓപ്ഷനായിരുന്നു. നമ്മൾ ഇറിഗേഷനാണ്. ചീഫ് വിപ്പും ഉണ്ട്. പാർട്ടിയുടെ ഇപ്പം MLA-മാരെല്ലാം ഇന്ന് വൈകുന്നേരം വരും. അപ്പോൾ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി കൂടി ശേഷമായിരിക്കും ഒരു പക്ഷേ ചെയർമാൻ. അത് ചെയർമാൻ്റെ അടുത്ത് തന്നെ അത് എനിക്ക് അറിയത്തില്ല, ആളുകൾ വരുന്ന സമയം അനുസരിച്ച് പ്രഖ്യാപനം വരുത്തുള്ളൂ. അതെ 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 തൃപ്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 MLA-മാരുള്ള ഒരു പാർട്ടിയാണ്. തീർച്ചയായിട്ടും 2 മന്ത്രിസ്ഥാനത്തിന് എന്തുകൊണ്ടും അവകാശമുള്ള ഒരു പാർട്ടിയാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് ഒരു മന്ത്രിസ്ഥാനത്ത് വന്നു നിന്നു. അപ്പം ഒരു സിംഗിൾ MLA-മാരുള്ളവർക്കും 3 MLA-മാരുള്ളവർക്കും ഒക്കെ അങ്ങനെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ന്യായമായിട്ടും കേരള കോൺഗ്രസിന് വരേണ്ട ഒരു മന്ത്രിസ്ഥാനമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ 2 എണ്ണമായിരുന്നു നമുക്ക് ഏറ്റവും ഐഡിയലായിട്ട് കിട്ടേണ്ടത്. നിരാശയുണ്ടോ? അല്ല, നിരാശയൊന്നുമില്ല. നമ്മളിപ്പോൾ മന്ത്രിസ്ഥാനം കണ്ടുകൊണ്ടല്ലോ നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും മുന്നണി ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് ഒരു പല കാര്യങ്ങളിലും ഇതിൻ്റെ പേരിൽ പരിഗണനകളിൽ ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. തീർച്ചയായിട്ടും നമ്മൾ പിന്നെ 7 MLA-മാരുള്ള ഒരു പശ്ചാത്തലത്തിൽ റേഷ്യോ നോക്കുമ്പം നമുക്ക് 2 പേര് ലഭിക്കാമായിരുന്നു എന്ന് ആണ് പാർട്ടിയുടെ നിലപാട്. ജയിപ്പിച്ച MLA-മാർക്ക് ആനുപാതികമായി 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്, പക്ഷേ അതിലേക്ക് വരുന്നില്ല. ഒറ്റ മന്ത്രിസ്ഥാനം പക്ഷേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നു. കൂടുതൽ പ്രാതിനിധ്യം മറ്റു പല ബോർഡ് ചെയർമാൻ സ്ഥാനങ്ങൾ അടക്കമായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പു ജോൺ ജോസഫാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.